നമസ്കാരം. 2025 മാർച്ചിൽ SLC പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിർബന്ധമായി ഇത് മുഴുവനായി കേൾക്കണം. എല്ലാ കുട്ടികളും, ഞാൻ പറയുന്നത് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളും SSLC അവരവർക്ക് കിട്ടിയ മാർക്ക് ലിസ്റ്റ് 500 രൂപ മുടക്കി വാങ്ങി വെക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അപ്പോൾ മാർക്ക് ലിസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ 500 രൂപ കൊടുത്ത് അപേക്ഷിക്കണം. SSLC പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികൾക്കും യഥാർത്ഥത്തിൽ കിട്ടുന്നത് SSLC സർട്ടിഫിക്കറ്റ് ആണ്. ആ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും രണ്ടും രണ്ടാണ്. ഇപ്പൊ സർട്ടിഫിക്കറ്റ് നമുക്ക് സാധാരണ എല്ലാ വർഷവും വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് പരീക്ഷ കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളില് റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു മാസത്തോളം കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റുകൾ കിട്ടും. പക്ഷെ ആ സർട്ടിഫിക്കറ്റുകളിൽ നമുക്ക് A മുതൽ E വരെയുള്ള ഗ്രേഡുകൾ മാത്രമേ ഉണ്ടാവൂ. അധ്യാപകർ പേപ്പർ നോക്കുന്നത് മാർക്ക് ഇട്ടിട്ടാണ്. നിങ്ങൾക്ക് കൃത്യമായ മാർക്കുകൾ ഉണ്ട്. ഉത്തരക്കടലാസിൽ മാർക്കുകൾ കൃത്യമായ മാർക്കുകൾ ഇട്ടിട്ടുണ്ട്. ആ മാർക്കുകൾ പരീക്ഷാ ഭവനിലേക്ക് അയച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് അത് ഗ്രേഡ് ആക്കിയിട്ടാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത്. അപ്പൊ SSLC സർട്ടിഫിക്കറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത് അതിൽ മാർക്ക് ഇല്ല എന്നുള്ളതാണ്. എന്നാൽ +2 സർട്ടിഫിക്കറ്റിൽ മാർക്കും ഉണ്ട്, ഗ്രേഡും ഉണ്ട്. CBSE സർട്ടിഫിക്കറ്റില് മാർക്കും ഉണ്ട്, ഗ്രേഡും ഉണ്ട്. എന്നാൽ SLC സർട്ടിഫിക്കറ്റിൽ മാത്രം ഗ്രേഡ് മാത്രമേ ഉള്ളൂ, മാർക്കുകൾ ഇല്ല. ഒരു കുട്ടിയുടെയും ഒരു മാർക്ക് പോലും SSLC സർട്ടിഫിക്കറ്റിൽ ഇല്ല. അത് വളരെ വലിയ ഒരു പോരായ്മയാണ്. ആ പോരായ്മ നമ്മൾ നികത്തണമെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ഒരു 500 രൂപ മുടക്കി SSLC മാർക്ക് ലിസ്റ്റുകൾ വാങ്ങി വെക്കണം. അതിനുള്ള സൗകര്യം ഇപ്രാവശ്യം ഗവൺമെന്റ് വളരെ ലഘൂകരിച്ചിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. എല്ലാവരും മാർക്ക് ലിസ്റ്റ് വാങ്ങി വെക്കണം. എന്തിനു വേണ്ടി മാർക്ക് ലിസ്റ്റുകൾ വാങ്ങി വെക്കണം എന്നതാണ് നമ്മൾ. അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക. അതിനുശേഷം മാത്രം അവസാന തീരുമാനം എടുക്കുക. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാല്, മാർക്ക് ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ഗ്രേഡ് ആണ് ഉള്ളത്. സർട്ടിഫിക്കറ്റിൽ നമുക്ക് ഗ്രേഡ് മാത്രമേ കാണൂ. A+. ഒരു കുട്ടിക്ക് ഒരു വിഷയത്തിൽ A+ കിട്ടിയാൽ അതിന്റെ അർത്ഥം 90%. ഇപ്പൊ ഇംഗ്ലീഷിനാണ് A+ കിട്ടുന്നതെങ്കിൽ 90 മുതൽ 100 വരെ മാർക്കുകൾ ആ കുട്ടിക്ക് ഏതും ആവാം. 90 ആവാം, 91 ആവാം, അല്ലെ 95 ആവാം, 99 ആവാം, 100 ആവാം, എന്തും ആവാം. കൃത്യമായ ഒരു മാർക്ക് പറയുന്നില്ല, മറിച്ച് ഒരു റേഞ്ച് മാത്രമാണ് പറയുന്നത് ഗ്രേഡിൽ. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചില പോരായ്മകളുണ്ട്. നമ്മള് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ മാർക്ക് ആവശ്യമായി വരും. സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ശതമാനം മാർക്ക് ഉണ്ട് കിട്ടി എന്നാണ് ചോദിക്കുക. അതേപോലെ നമ്മൾ ജോലിക്ക് ചെല്ലുമ്പോൾ, റിക്രൂട്ട്മെന്റ് ഇന്റർവ്യൂകൾ ചെല്ലുമ്പോൾ എത്ര ശതമാനം മാർക്ക്, എത്രയിൽ എത്ര മാർക്ക് SLCക്ക് കിട്ടി എന്നുള്ള കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. ഇനി അതേപോലെ ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്കുള്ള അഗ്നിവീർ പ്രവേശനത്തിന് ഈ മാർക്ക് കൃത്യമായി ആവശ്യപ്പെടുന്നുണ്ട്. പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റൽ അസിസ്റ്റന്റ് തസ്തികയ്ക്ക് മാർക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് നിയമനം. തൊഴിൽ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും 10ാം ക്ലാസ്സിന്റെ മാർക്ക് ശതമാനത്തിൽ ചോദിക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും തുടർ പഠനം ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ മാർക്ക് അത്യാവശ്യമാണ്. മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം. ആ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് അവര് പറയണം. അത്തരത്തിൽ മാർക്ക്, ഈ ശതമാനം ഇത്രയും കാലം ഇതൊരു പോരായ്മയായിട്ട് നിലനിൽക്കുക തന്നെയായിരുന്നു. അപ്പോഴൊക്കെ ഈ ശതമാനം ചോദിക്കുന്ന സന്ദർഭത്തില്, അല്ലെ SSLCയുടെ മാർക്ക് ചോദിക്കുന്ന സന്ദർഭത്തിലൊക്കെ തന്നെ കുട്ടികളും രക്ഷിതാക്കളും എന്ത് ചെയ്യും? യൂട്യൂബ് എടുക്കും, യൂട്യൂബിൽ സെർച്ച് ചെയ്യും. യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള വിശദീകരണങ്ങൾ കിട്ടും. ഒന്ന്, ചില യൂട്യൂബേഴ്സ് പറയും നിങ്ങൾ ഈ പറയുന്നതിന്റെ ശരാശരി എടുത്താൽ മതി. അപ്പൊ കുട്ടി എന്തെടുക്കും? A+ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു 90 മാർക്ക് 100 മാർക്കുള്ള വിഷയത്തിലാണെങ്കിൽ കുട്ടി അതിന്റെ ശരാശരി എടുക്കും. A+ന് 95 എടുക്കും.
കൂട്ടണം. മലയാളത്തിന് 50ൽ A+ തന്നെയാണ്. അപ്പോ 45 മുതൽ 50 വരെ മാർക്ക് കിട്ടിയവരാണ് A+കാര്. അപ്പൊ എന്തെടുക്കും കുട്ടി? 47 എടുക്കും. മലയാളം സെക്കൻഡ് A+ തന്നെയാണ്, 47. കണക്ക് A+ ആണ്, അതിന് 95 എടുക്കും. അപ്പൊ ഈ 10% ഇടയിലുള്ള ശരാശരി എടുത്ത് കൂട്ടി നോക്കിയിട്ട് ശതമാനം കണക്കാക്കും. എന്നാൽ ചില യൂട്യൂബേഴ്സ് പറയും അങ്ങനെ എടുക്കാൻ പാടില്ല, നിങ്ങൾ 90 മുതൽ 100 വരെയല്ലേ, അപ്പൊ 90 മാത്രമേ എടുക്കാൻ പാടുള്ളൂ, 90% മാത്രമേ കൂട്ടാൻ പാടുള്ളൂ. എന്നാൽ മറ്റു ചില യൂട്യൂബേഴ്സ് പറയും ഇതിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് A+ ഉണ്ടോ, അങ്ങേയറ്റത്തെ റേഞ്ചായ 100% മാർക്കും നിങ്ങൾക്ക് കൂട്ടാം. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു വ്യവസ്ഥയും പരീക്ഷാ ഭവനോ വിദ്യാഭ്യാസ വകുപ്പോ മാർക്ക് കണക്കാക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് യൂട്യൂബേഴ്സിന്റെ ഓരോ ഇഷ്ടം പോലെ അവർക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇങ്ങനെ ശതമാനം കൂട്ടാം എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ പല കുട്ടികളും ഇപ്പോ ചില കുട്ടികൾക്കൊക്കെ ഗ്രേഡുകൾ വളരെ കുറഞ്ഞു പോയ കുട്ടികൾ എന്ത് ചെയ്യും, എങ്ങനെയുണ്ട് SLC പരീക്ഷയുടെ മാർക്ക്, ഗ്രേഡുകളൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അവര് എല്ലാം കൂടെ കൂട്ടി മാക്സിമത്തിൽ കൂട്ടിയിട്ട് ഇതേമാതിരി കൂട്ടി പറയും 77% ഉണ്ട്. ആ രീതി ഒന്നും കറക്റ്റ് അല്ല. അത് യഥാർത്ഥത്തിൽ കിട്ടിയ മാർക്കുകളല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ഒരു രേഖ. അപ്പൊ ഈ പ്രാവശ്യം അത് പരീക്ഷ ഭവനിൽ ഇത്രയും കാലം ഈ മാർക്ക് ആവശ്യം വരുന്ന സ്ഥാപനങ്ങൾ നേരിട്ട് അപേക്ഷിച്ചാൽ 100 രൂപ മുടക്കി ആദ്യകാലത്ത് അപേക്ഷിച്ചാൽ മാർക്ക് ലിസ്റ്റ് വളരെ സ്വകാര്യമായിട്ട് തരുമായിരുന്നു. അതൊക്കെ മാറി കഴിഞ്ഞ വർഷം വരെ ഏതൊക്കെ കുട്ടികൾക്കാണോ ഈ മാർക്ക് ലിസ്റ്റ് ആവശ്യമുള്ളത് ആ കുട്ടികൾക്കൊക്കെ 500 രൂപ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അടച്ച് പരീക്ഷാ ഭവനിൽ കുട്ടി നേരിട്ട് അപേക്ഷിച്ചാൽ കുട്ടികൾക്ക് നേരിട്ട് മാർക്ക് ലിസ്റ്റ് കൊടുക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതും മാറ്റി. ഇപ്പോൾ മാറ്റിയിരിക്കുന്ന രീതി ഇതാണ്. ഞാൻ പറയുന്നത് SSLC സർട്ടിഫിക്കറ്റ് അല്ല, SSLC മാർക്ക് ലിസ്റ്റ്. ഓരോ വിഷയങ്ങളുടെയും മാർക്ക് രേഖപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ്, ആധികാരികമായ രേഖ, പരീക്ഷാ സെക്രട്ടറി ഒപ്പിട്ട രേഖ നിങ്ങൾക്ക് തപാലിൽ സ്കൂൾ മുഖാന്തരം നമുക്ക് ഈ വർഷം മുതൽ ലഭിക്കും. അപ്പൊ അത് അപേക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് സർട്ടിഫിക്കറ്റുമായി അങ്ങനെ അപേക്ഷിച്ച് നമുക്ക് മാർക്ക് ലിസ്റ്റ് കിട്ടിയാൽ എന്താ മെച്ചം? നമുക്ക് സർട്ടിഫിക്കറ്റ് ഓൾറെഡി അല്ലാതെ തന്നെ കിട്ടും, അതിന്റെ കൂടെ നമുക്ക് മാർക്ക് ലിസ്റ്റ് കൂടി കിട്ടും. അപ്പൊ ഏതൊരാവശ്യം മാർക്ക് ആവശ്യം വരുന്ന ഏത് സന്ദർഭത്തിലും അല്ലെങ്കിൽ SLCക്ക് എത്ര ശതമാനം മാർക്ക് കിട്ടി എന്നറിയുന്ന ഏത് സന്ദർഭത്തിലും നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ മാർക്ക് ലിസ്റ്റിലെ മാർക്ക് കണക്ക് കൂട്ടി കൃത്യമായിട്ട് അവിടെ ടോട്ടൽ അടക്കം ഉണ്ടാവും. ആ ടോട്ടലിന്റെ ശതമാനം നമുക്ക് കണക്ക് കൂട്ടി ആ ബന്ധപ്പെട്ട ജോലിക്കായാലും ശരി, ഉപരിപഠനത്തിനായാലും ശരി, മറ്റ് ഇന്റർവ്യൂകളായാലും ശരി, റിക്രൂട്ട്മെന്റിനായാലും ശരി, ഉന്നത വിദ്യാഭ്യാസം നേടാനായാലും ശരി, ഏത് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇതിന്റെ ഒരു മേന്മ. അപ്പൊ തീർച്ചയായിട്ടും SLC 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയ 4 ലക്ഷത്തിന് മുകളിൽ വരുന്ന എല്ലാ കുട്ടികളും എന്റെ അഭിപ്രായത്തില് ഈ സർട്ടിഫിക്കറ്റ്, ഈ മാർക്ക് ലിസ്റ്റ്, SSLC മാർക്ക് ലിസ്റ്റ് വാങ്ങി സൂക്ഷിക്കണം. പരീക്ഷ ഭവൻ ഇറക്കിയിരിക്കുന്ന കാര്യത്തില് ഈ മാർക്ക് ലിസ്റ്റ് കിട്ടാൻ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്റർ മുഖാന്തരം ഇപ്രാവശ്യം അപേക്ഷിച്ചാൽ മതി. റിസൾട്ട് വന്ന് 3 മാസത്തിന് ശേഷമേ ഇത് കൊടുക്കുള്ളൂ എന്ന് പരീക്ഷ ഭവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷം 3 മാസം ആകുന്നതിന് തൊട്ട് മുമ്പ് ഒരു 2 മാസം കഴിഞ്ഞതിന് ശേഷം ഒരു അപേക്ഷ സഹിതം 500 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുക. നാഷണലൈസ് ബാങ്ക്, സാധാരണ ദേശസാൽകൃത ബാങ്ക്, SBI, കനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, അല്ലെങ്കിൽ യൂണിയൻ ബാങ്ക്, അത്തരത്തിലുള്ള പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇത്തരത്തിലുള്ള നാഷണലൈസ് ബാങ്ക് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്ന് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുക. 500 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, DD എന്ന് പറയും, ബാങ്കില് അതിന് DD എന്നാ പറയും. അപ്പോ 500 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്ത്, അതാണ് അതിന്റെ ഫീസ്. ഈ മാർക്ക് ലിസ്റ്റ് ലഭ്യമാകാനുള്ള ഫീസാണ് ഈ 500 രൂപ. 500 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കേണ്ടത് പരീക്ഷാ സെക്രട്ടറിയുടെ പേരിലാണ്. തിരുവനന്തപുരത്ത് പരീക്ഷാ സെക്രട്ടറിയുടെ പേരിൽ മാറാവുന്ന 500 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്ത് കൊടുക്കണം. അങ്ങനെ 500 രൂപയുടെ DD നമ്മൾ എടുക്കണം. അതിനു പുറമെ
ഹെഡ്മാഷിന് ഒരു അപേക്ഷ കൊടുക്കണം. ഒരു വെള്ള പേപ്പറിൽ എനിക്കിന്ന പോലെ ഞാൻ പരീക്ഷ എഴുതിയത് 2025 മാർച്ചിലാണ്, എന്റെ രജിസ്റ്റർ നമ്പർ ഇത്രയാണ്. അതിനും പുറമെ ഈ നമുക്ക് കിട്ടിയ റിസൾട്ടിന്റെ ഒരു പ്രിന്റ് ഔട്ട്, നമ്മൾ സ്വന്തമായി അറ്റസ്റ്റ് ചെയ്ത ഒരു പ്രിന്റ് ഔട്ടും അടക്കം ഹെഡ്മാഷിന് അപേക്ഷ കൊടുക്കുക. അപ്പൊ റിസൾട്ട് വന്ന് 2 മാസത്തിന് ശേഷം 3 മാസം ആകുമ്പോൾ മാത്രമേ ഇത് കൊടുക്കേണ്ടതുള്ളൂ. നേരത്തെ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ അപേക്ഷ കൊടുത്താൽ ഈ ഹെഡ് മാസ്റ്റർ അവിടെ കിട്ടിയ എല്ലാ അപേക്ഷകളും എല്ലാ ഡിമാൻഡ് ഡ്രാഫ്റ്റുകളും സഹിതം ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. കുട്ടികളുടെ പേര്, രജിസ്റ്റർ നമ്പർ, രജിസ്റ്റർ നമ്പർ, പൈസ അടച്ച വിവരം, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റ് അടക്കം ഉണ്ടാക്കി ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം പരീക്ഷാ ഭവനിലേക്ക് കൊടുക്കും. അങ്ങനെ പരീക്ഷാ ഭവനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷിച്ച എല്ലാ കുട്ടികൾക്കും മാർക്ക് ലിസ്റ്റ് ലഭ്യമാകും. ആ മാർക്ക് ലിസ്റ്റ് ലഭ്യമാകുന്നത് സ്കൂള് മുഖാന്തരമാണ്. നമ്മൾ പഠിച്ച സ്കൂള് മുഖാന്തരമാണ് നമുക്ക് മാർക്ക് ലിസ്റ്റും ലഭ്യമാകും. ആധികാരികമായ രേഖയാണ്. പരീക്ഷാ സെക്രട്ടറി ഒപ്പിട്ടുണ്ടാവും. പരീക്ഷാ ഭവൻ നൽകുന്ന ആധികാരികമായ മാർക്ക് ലിസ്റ്റാണ് നമുക്ക് ഇതുകൊണ്ട് ലഭിക്കുന്നത്. ഭാവിയിൽ നമ്മൾ എങ്ങോട്ടാ തിരിയാന്നറിയില്ല. നമ്മുടെ കുട്ടികള് അടുത്തത് എന്താ പഠിക്കാന്നറിയില്ല, ഏത് ജോലിക്കാ പോവാന്നറിയില്ല, ഏത് ഡയറക്ഷനിലേക്കാണ് നമ്മൾ തിരിഞ്ഞു പോവുക എന്നൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും അത്തരം തിരിഞ്ഞു പോകുന്ന സമയത്തായിരിക്കും ഈ SSLC മാർക്ക് ലിസ്റ്റ് ആവശ്യമായി വരുന്ന ഒരു സന്ദർഭം ഉണ്ടാകുക. അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ ഇനി ഞാൻ പറയുന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കേണ്ടത്, ബാങ്കിൽ DD എടുക്കേണ്ടത് ആരുടെ പേരിലാണ്? ആ പേരിലെ അഡ്രസ്സാണ് ഞാൻ പറയുന്നത്. സെക്രട്ടറി, പരീക്ഷാ ഭവൻ, പൂജപ്പുര, തിരുവനന്തപുരം 12. ഇതാണ് അഡ്രസ്സ്. അപ്പോ ആ അഡ്രസ്സിലാണ്, അദ്ദേഹത്തിന്റെ പേരിലാണ് നമ്മൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് 500 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കേണ്ടത്. ഈ കാര്യത്തിന് ഈ മാർക്ക് ലിസ്റ്റ് ലഭ്യമാകാൻ വേണ്ടി മറ്റ് യാതൊരു തരത്തിലുള്ള മാർഗവും, ഫീസ് അടയ്ക്കാൻ 500 രൂപ അടയ്ക്കാൻ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലാതെ വേറൊരു മാർഗവും സ്വീകരിക്കുന്നതല്ല. നേരിട്ട് അടയ്ക്കലോ അല്ലെ പോസ്റ്റലോ അത്തരത്തിലുള്ള യാതൊന്നും സ്വീകരിക്കുന്നതല്ല എന്ന് പരീക്ഷാ ഭവന്റെ അറിയിപ്പില് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ ആലോചിക്കുക. അപ്പോ ഈ അഡ്രസ്സാണ്. അഡ്രസ് ഒരിക്കൽ കൂടി പറയാം. ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കേണ്ടത് സെക്രട്ടറി, പരീക്ഷാ ഭവൻ, പൂജപ്പുര, തിരുവനന്തപുരം 12. ഈ അഡ്രസ്സിലാണ് നമ്മൾ DDക്ക് ബാങ്കിൽ ഒരു അപ്ലിക്കേഷൻ പൂരിപ്പിച്ചു കൊടുക്കണം. ആ പൂരിപ്പിച്ചു കഴിഞ്ഞാൽ ആ പേരിലാണ് നമുക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ലഭ്യമാകുക. അപ്പൊ ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇത് കൊടുക്കുന്നത് നമ്മൾ റിസൾട്ട് വന്ന് 2 മാസത്തിന് ശേഷം, 3 മാസത്തിന് ശേഷമേ ഇഷ്യൂ ചെയ്യുള്ളൂ എന്ന് പരീക്ഷ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും 2 മാസത്തിന് ശേഷം 3 മാസം ആകുമ്പോൾ മാത്രമേ നമ്മൾ ഈ അപേക്ഷ കൊടുക്കാവൂ. അങ്ങനെ നിർബന്ധമായി ഞാൻ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാല്, നമ്മളിപ്പോ ഈ അറിയിപ്പൊക്കെ കിട്ടി വളരെ നേരത്തെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്തു വെക്കാൻ പാടില്ല. ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റിന് അല്ലെ DDയുടെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് അത് 3 മാസമാണ്. 3 മാസം കഴിഞ്ഞാൽ ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ലാപ്സായി പോകും. അപ്പൊ നമ്മൾ റിസൾട്ട് ഒക്കെ വരുന്നതിന് വളരെ മുമ്പ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്ത് 500 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാലാവധി കഴിഞ്ഞു പോകും 3 മാസം കഴിയുമ്പോഴേക്കും. അപ്പൊ നമ്മൾ അപേക്ഷിക്കുന്നതിന് തൊട്ടു മുമ്പ് എന്ന് പറഞ്ഞാൽ റിസൾട്ട് SSLC പരീക്ഷയുടെ 2025 SSLC പരീക്ഷയുടെ റിസൾട്ട് വന്ന് 3 മാസം ആകാനാവുമ്പോൾ, ഒരു 2 മാസത്തിന് ശേഷം 2.5 മാസം ആവുമ്പോൾ മാത്രം നമ്മൾ ഈ 500 രൂപയുടെ DD എടുക്കുക, ഒരു അപേക്ഷ കൊടുക്കുക. DD എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റ് ഫോം രൂപത്തിലുള്ളതാണ് DD. അതും കുട്ടിയുടെ ഒരു അപേക്ഷയും ഈ ഒരു പ്രിന്റ് ഔട്ടും, അതായത് റിസൾട്ട് സൂചിപ്പിച്ചിട്ടുള്ള ഒരു പ്രിന്റ് ഔട്ട്, സെൽഫ് അറ്റസ്റ്റഡ് പ്രിന്റ് ഔട്ടും, സ്വന്തമായി അറ്റസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രിന്റ് ഔട്ടും സഹിതം നമ്മൾ പഠിച്ച സ്കൂളിലെ ഹെഡ്മാഷിനാണ് അപേക്ഷ കൊടുക്കേണ്ടത്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ ഹെഡ്മാഷ് അതെല്ലാം കൂടി കൺസോൾട്ടേറ്റ് ചെയ്ത്, എല്ലാവരുടെയും കൂടി കൺസോൾട്ടേറ്റ് ചെയ്ത് അതിന്റെ ഒരു ഫോർമാറ്റ് ഒക്കെ പരീക്ഷാ ഭവൻ പറയുന്നുണ്ട്. അത് പ്രകാരം അതെല്ലാം തയ്യാറാക്കി DD അടക്കം പരീക്ഷാ ഭവനിലേക്ക് ഹെഡ്മാഷ് അപേക്ഷിച്ചോളൂ. നമ്മൾ അപേക്ഷിക്കണ്ട. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പൊ ഹെഡ്മാഷ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ 3 മാസത്തിന് ശേഷം
ഈ മാർക്ക് ലിസ്റ്റുകൾ 2025 SSLC പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റുകൾ നമുക്ക് ലഭ്യമാകുന്നത് ഈ സ്കൂള് മുഖാന്തരം തന്നെയാണ്. അപ്പോ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിർബന്ധമായും പരീക്ഷ എഴുതി എന്റെ ഒരു അഭിപ്രായമാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ഇപ്പൊ ഈവൻ PSC പരീക്ഷയുടെ ഇന്റർവ്യൂവിന് ചെന്നാൽ പോലും നമ്മൾ ആ PSC വഴിയുടെ ഫോർമാറ്റിൽ SLCയുടെ ശതമാനം ചോദിക്കുന്നുണ്ട്. SLCയുടെ ശതമാനം ഗ്രേഡിലായാൽ നമ്മൾ എങ്ങനെ കണക്ക് കൂട്ടാൻ കഴിയില്ല. ഇതുപോലെ പല യൂട്യൂബർമാരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുള്ള കൂട്ടലൊക്കെ കൂട്ടി ഒരു ഒപ്പിച്ചു വെച്ചങ്ങ് കൊടുക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ മാർക്ക് യഥാർത്ഥത്തിൽ അതല്ലല്ലോ. നമുക്ക് ഒരുപക്ഷെ അതിൽ കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കാം. നമുക്ക് ചിലപ്പോൾ A ആയിരിക്കും ഉണ്ടാവുക, പക്ഷെ നമുക്ക് 89 മാർക്ക് ഉണ്ടാവും. ഇംഗ്ലീഷിന് A കിട്ടി, 89 മാർക്ക് ഉണ്ടാവും. 90 കിട്ടി അത് A+. ഒരു മാർക്ക് A+ കാരനും Aയും തമ്മിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് മാർക്കിൽ വരുമ്പോ വളരെ കൃത്യമായി നമ്മളുടെ ഒരു എന്താ പറയണ്ടേ വെയിറ്റേജ് കുറച്ചുകൂടി കൂടുതൽ കിട്ടും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായും നിർബന്ധമായും എല്ലാ കുട്ടികളും ഈ SSLC മാർക്ക് ലിസ്റ്റുകൾ നമുക്ക് 500 രൂപ മുടക്കാൻ നമ്മുടെ സാമ്പത്തിക ശേഷി അനുവദിക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു 500 രൂപ മുടക്കി ഈ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റുകൾ സർട്ടിഫിക്കറ്റ് എല്ലാ കുട്ടികളും വാങ്ങി വെക്കണം. അപ്പോ SLC പരീക്ഷ കഴിഞ്ഞ് 2-3 മാസത്തിനകം തന്നെ നമുക്ക് എന്തൊക്കെയായി SLC സർട്ടിഫിക്കറ്റും ഉണ്ട്, മാർക്ക് ലിസ്റ്റും നമ്മളുടെ കയ്യിൽ കിട്ടും. അപ്പോ വിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ചിരിക്കുന്ന ഈ പ്രയോജനം എല്ലാ കുട്ടികളും ഉപയോഗപ്പെടുത്തണം. അത് മാർക്ക് ലിസ്റ്റ് തരുന്നത് വെറുതെ ടൈപ്പ് ചെയ്തിട്ടല്ല, കൃത്യമായ ഒരു ഫോർമാറ്റില് അത് ബന്ധപ്പെട്ട അധികാരികൾ ഒപ്പിട്ട മാർക്ക് ലിസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് എന്ന കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീണ്ടും ഒരിക്കൽ കൂടി പറയാണ്, വളരെ നേരത്തെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്തു വെക്കരുത്. അത് കാലഹരണപ്പെട്ടു പോകും, ലാപ്സ് ആയി പോകും. അതുകൊണ്ട് നമ്മൾ 3 മാസം ആകാൻ 2.5 മാസം ആകുമ്പോൾ മാത്രം നമുക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കാവൂ. ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ കാലാവധി 3 മാസം, അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 മാസം മാത്രമേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ഈ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. തീർച്ചയായിട്ടും 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും ഇടയ്ക്കിടെ ഇത്തരത്തില് ഓരോ സമയത്തും കൃത്യമായിട്ട് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കും. അതുകൊണ്ട് ഈ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബന്ധപ്പെട്ട കുട്ടികൾക്കൊക്കെ കൂട്ടുകാർക്കൊക്കെ തന്നെ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ, ഇത് വെറുതെ നമ്മൾ പറയുന്നതല്ല, കൃത്യമായിട്ട് ഞാൻ ഒരുപാട് വർഷങ്ങള് SLC മൂല്യനിർണയത്തിന്റെ ക്യാമ്പ് ഓഫീസർ ആയിരുന്നു. അപ്പൊ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുകയും അതിനനുസരിച്ചുള്ള ഒരു വിവരണവുമാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത് എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.